C4 Craft and Cookingന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടേസ്റ്റി ആയ ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെമ്മീനൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെയിനൊക്കെ കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അതിനായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇവിടെ നമ്മൾ മീൻ പൊരിച്ചെടുത്തതിന് ശേഷമാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനിലേക്ക് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ അരി വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ റൈസ് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ റൈസ് നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പം നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വാർത്ത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ സവാള ചേർക്കുമ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയി കിട്ടുന്നത്. അപ്പം നമ്മുടെ സവാള ചെറുതായി ഒന്ന് നിറം മാറി വരുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ സവാള നല്ല മൊരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം നമ്മുടെ സവാള നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് മീൻ പൊരിച്ചെടുക്കുന്നത്. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായി പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ മൊത്തം ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ടും പൊരിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടുന്നത് ചെമ്മീൻ. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ എണ്ണയിലേക്ക് ഇടുമ്പോഴും കോരി എടുക്കുമ്പോഴും ഫ്ലെയിം ഹൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ചെമ്മീനൊക്കെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചെമ്മീൻ ഒരു 4 ബാച്ചായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം മസാല തയ്യാറാക്കി ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നമ്മുടെ ചെമ്മീനിന് കുറച്ച് വേവ് കൂടുതലാണ്. നമ്മളിങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്തതിന് ശേഷമാണ് തയ്യാറാക്കുന്നതെങ്കിൽ പിന്നെ നമുക്കത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് എല്ലാ ചെമ്മീനും ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 1 കിലോ ചെമ്മീൻ പൊരിച്ചപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ ചെമ്മീൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഹോൾ സ്പൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇനി നമുക്കിതിലേക്ക് പൊടിയായി എണ്ണയെടുത്തൊരു 3 സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ചെറുതായി നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് വേറെ മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചെറുതായി ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല, ഒരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മുടെ ചെമ്മീനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നമ്മളിങ്ങനെ മസാലയുടെ മേലെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. നമ്മുടെ ചോറും മസാലയും കൂടെ ഒന്ന് മിക്സായി കിട്ടാനാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് റൈസ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് കോരിയെടുത്ത് മസാലയും റൈസും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ചെമ്മീൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസിലേക്കൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് അറിയിക്കണേ.